പാഞ്ചിപാപ്പന്റെ കയ്യിലുള്ള ജീവനുള്ള ഒരു കാളാഞ്ചിയും ചെമ്പല്ലിയുമാണ്. രണ്ടെണ്ണത്തിനെ പാഞ്ചിപാപ്പൻ ചെത്തി ഒളിപ്പിച്ച് പാഞ്ചിപാപ്പനെ പോലെ തന്നെ നല്ല സുന്ദരന്മാരേക്ക് കയ്യിലോട്ട് വെച്ചെന്നായിരുന്നു. ശേഷം ഒട്ടും വൈകാതെ നമ്മൾ പറഞ്ഞു ചെന്നത് തിരൂരുള്ള ഒരു സ്പെഷ്യൽ ടീമിന്റെ സമുദ്ര സീ ഫുഡ് റെസ്റ്റോറന്റ്. അവിടെ ചെന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ ദേ കിടക്കുന്ന നല്ല പെട്ടപ്പൻ ചെമ്പല്ലിയും കാളാഞ്ചിയും ഹം. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ പറയുന്ന പോലെ ലൈവായി കുക്ക് ചെയ്ത് സെർവ് ചെയ്ത് അങ്ങോട്ട് തരോട്ടോ. ഇതറിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ചെമ്പല്ലിയും കാളാഞ്ചിയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മുടെ കാളാഞ്ചിയുടെ മേത്ത് പച്ചക്കുരുമുളക് തേച്ച് പിടിപ്പിച്ച് ഡബിൾ മസാലയിൽ നമുക്ക് അങ്ങോട്ട് ഗ്രില്ല് ചെയ്ത് തരാന്ന് പറഞ്ഞു. പിന്നെ ഇവരുണ്ടാകുന്ന ഫിഷ് മാംഗോക്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് ഒന്ന് രണ്ട് പേര് പറഞ്ഞാൽ അറിഞ്ഞായിരുന്നു. അത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്. പിന്നെ നമ്മുടെ ചെമ്പല്ലിയുടെ ഒരു പോർഷൻ കിടപ്പ് ഇവരുടെ സ്പെഷ്യൽ കാന്താരി മസാലയിൽ കുളിച്ചാണ് അവന്റെ മറ്റേ പോർഷനിൽ തേച്ച് പിടിപ്പിക്കുന്നത് ഇവരുടെ തന്നെ വേറൊരു സ്പെഷ്യൽ റെഡ് ചില്ലി മസാല. എന്നിട്ട് രണ്ട് പോർഷനും ഒരുമിച്ച് ഒരേ സമയത്ത് തവ ഫ്രൈ ചെയ്തെടുക്കുന്ന സീൻ. തവ ചെയ്തെടുക്കുന്നതിന്റെ സ്മെല്ല് കൂടി കിട്ടിയപ്പോൾ എന്റെ വിശപ്പാണെങ്കിൽ കൂടുകയും ചെയ്തു. അപ്പോൾ ഒരു ഭംഗിക്ക് കുറച്ച് നൂൽ പൊറോട്ടയും കൂടി ഓർഡർ. നിങ്ങൾ ഇത് കണ്ട മക്കളെ, നമ്മുടെ ചെമ്പല്ലിയും കളഞ്ചിയും നല്ല മൊഞ്ചമരക്കി നമ്മുടെ തീൻമേശയിലോട്ട് കൊണ്ടുപോകുന്ന സീനാണ്. പിന്നെ നമ്മുടെ നൂൽ പൊറോട്ട മുക്കിയടിക്കാനായിട്ട് നെയ്മിനിട്ട് ഫിഷ് മാംഗോ കറി കൂടെ കൊണ്ടുവച്ചപ്പോൾ രംഗം വഷളായി യുദ്ധം തുടങ്ങി. നൂൽ പൊറോട്ടയും ഫിഷ് മാംഗോ കറിയും പ്ലേറ്റിലോട്ട് എടുത്തിട്ടെങ്കിൽ ആദ്യം കിള്ളി എടുത്ത് കഴിച്ചു നോക്കിയത് ഡബിൾ മസാലയിൽ ഗ്രില്ല് ചെയ്തെടുത്ത് കാളാഞ്ചി. പക്ഷെ നമ്മുടെ ചെമ്പല്ലി, അതായത് നമ്മുടെ കാന്താരി മസാലയിൽ തവ ഫ്രൈ ചെയ്തെടുത്ത ചെമ്പല്ലി ഒരു രക്ഷയില്ലാത്ത ഐറ്റം തന്നെയാണ്. ചെമ്പല്ലിയുടെ വൈറ്റ് മീറ്റിന്റെ ഒപ്പം അധികം സ്പൈസി അല്ലാത്ത കാന്താരി മസാല കൂടി ചേർന്ന് ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ട് തോന്നിട്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വലിയ മീനേക്കാൾ ചെറിയ മീനോടാണ് താല്പര്യമെങ്കിൽ ഊണിന്റെ ഒപ്പം സ്പെഷ്യൽ ആയിട്ട് ഈ കാണുന്ന ഉന്തുവണ്ടിയിലുള്ള ഏത് മീനും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത്. അപ്പോൾ എന്തായാലും ഈ സ്പോട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചോട്ടെ. തിരൂര് പോലീസ് ലൈനിൽ സമുദ്ര സീ ഫുഡ് റെസ്റ്റോറന്റ്.